സ്വന്തം പിതാവിനെ തലക്കടിച്ചു കൊന്നിട്ട് അതേ വടികൊണ്ട് വീട്ടിലുള്ള വേലക്കാരത്തെ തലക്കടിച്ചു കൊന്ന ഒറ്റ രാത്രി നടന്ന സംഭവമാണ്. എന്റെ കൂടെ സെമിനാരിയിൽ പഠിച്ച അങ്കമാലി സ്വദേശി പോളച്ചൻ യൂട്യൂബിൽ കിടപ്പെടുന്ന സാക്ഷ്യം. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിരുന്ന പഠിച്ചത്. ആ മനുഷ്യൻ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കിടന്നാണ് യേശുവിനെ അറിയുന്നത്. ആ മനുഷ്യൻ ഇന്ന് സുവിശേഷം അറിയിക്കുന്ന പാസ്റ്ററാണ്. ഹല്ലേലൂയ. കണ്ണൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ 13-ാമത്തെ വയസ്സിൽ, വലിയ വാർത്തകളായിരുന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ പേര് സബിദാസ് എന്നാണ്. 13-ാമത്തെ വയസ്സ്, കൊച്ചു പ്രായത്തിൽ കഞ്ചാവിനടിമയായി സ്കൂളിൽ വെച്ച് കിട്ടിയതാണ്. അവൻ 13-ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മയെ കത്തുകൊണ്ട് കുത്തിക്കീറി. നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. സബിദാസ് അവൻ ജയിലിൽ പോയി, കുട്ടികളുടെ ജയിലിലും പിന്നീട് ഒരുപാട് അക്രമങ്ങൾ ഇരയായി. അവസാനം ഇവൻ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് സുവിശേഷം കേട്ട് പുറത്തു വന്നു. അവൻ വെള്ളനാട് പുനലാല് നിന്നാണ് അവൻ കല്യാണം കഴിച്ചത്. സബിദാസ് ചാങ്ങയിൽ ഇപ്പോ ഉണ്ട്. ഇന്നേക്ക് 3 ആഴ്ചക്ക് മുമ്പ് മദ്യപിച്ചു, വീടിലെ ഗ്ലാസ് മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. ഭാര്യയും 2 പിള്ളേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഭാര്യയുടെ അമ്മ കൊണ്ട് ആരനാട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. 3 ആഴ്ച ആയതേ ഉള്ളൂ. ഞാനും ഇടപെട്ട വിഷയമാണ്. ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടില്ല. അവസാനം ഇവൻ മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ചുകൊണ്ട് 3 ആഴ്ചക്ക് മുമ്പ് എന്റെ കൂടെയുള്ള ഈ ദൈവദാസന്മാർ, ഞങ്ങളുടെ റോയ് റസാലം ബ്രദറാണ് അദ്ദേഹത്തെ തൂക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയത്. കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിന്റെ സ്റ്റെപ്പിൽ വന്ന് വീണു. ഞാൻ ഒരു ചൊവ്വാഴ്ച പ്രയർ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഒരു 52 സ്റ്റെപ്പ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ കയറാൻ. കമ്പനിമുക്ക് ജംഗ്ഷനിൽ മുകളിലാണ് ഞങ്ങളുടെ സഭാ ഹാള് വർക്ക് ചെയ്യുന്നത്. ഒരു 30 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് വീണു. ഞാൻ ഇറങ്ങി വന്നപ്പോ തല മുട്ടകടിച്ചൊരു മനുഷ്യൻ. നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇന്നാരാണ്, കുടിയൻ. അവൻ പറഞ്ഞു, ഞാൻ മദ്യം കഴിച്ചിരിക്കുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഉടൻ ഞാൻ ആരനാട് SI മേഡത്തെ വിളിച്ചു. പെട്ടെന്ന് ഒരു ആംബുലൻസുമായിട്ട് അവർ തന്നെ കൊണ്ടുപോയി. എന്റെ വൈഫിനോട് പറഞ്ഞു, ഇവൻ വന്ന് ഇവിടെ വീണത് കൊണ്ട് ഇവൻ മരിക്കില്ല, മരിക്കാതെ വന്നാൽ ഈ സഭയിൽ വരും. കഴിഞ്ഞ 3 ആഴ്ചയായി കമ്പനിമുക്ക് IPC സഭയിലെ സജീവ അംഗമായിട്ട് അവൻ മാറി. അവൻ അവന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഏത് ദൈവോട് എന്റെ പാപം ക്ഷമിക്കും? ഞാൻ അവനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടവരെയാണ് എന്റെ യേശുവിന് ആവശ്യം. ഇന്ന് രാത്രി ദേശത്ത് ആരെങ്കിലും തള്ളപ്പെട്ടവരുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാപത്തിന് മോചനത്തിന് യേശു അവതരിച്ചു. ഹല്ലേലൂയ. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് നന്നായി അറിയാം ഈ സന്ദേശം ചെന്ന് ചില മേഖലകളിൽ കൊള്ളുന്നത് എനിക്കറിയാം. 2, യേശുക്രിസ്തു ഉലകത്തിൽ അവതരിച്ചതിന്റെ 2ാമത്തെ കാരണം ഇവിടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞു. മാനവ ജനതയുടെ വിപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ. രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച കർത്തൃദാസന്റെ സാക്ഷ്യത്തെ, എന്റെ പ്രസംഗത്തെ വേറെ പ്രസംഗം കൊണ്ട് വേണമെങ്കിൽ ഖണ്ഡിക്കാം, പക്ഷേ അനുഭവത്തെ ഖണ്ഡിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തെ ഖണ്ഡിക്കാൻ പറ്റില്ല. ഇന്നേക്ക് 13 വർഷത്തിന് മുൻപ് എന്റെ വൈഫിന്റെ വീട് ഈ കാരക്കോണം കുന്നത്തുകാൽ തവയത്തുകോണത്താണ്, കോട്ടുകോണത്തിന് താഴെ. തവയത്തുകോണം ഷാരോൻ ഫെലോഷിപ്പ് സഭയിലെ വിശ്വാസിയാണ്. പാസ്റ്റർക്കറിയാം. എനിക്ക് 2 മക്കളുടെ മൂത്ത മോൻ +1 പഠിക്കുന്നു. 2ാമത്തെ മോൻ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ, 13 വയസ്സായി. 2ാമത്തെ മോന് എന്റെ വൈഫ് പ്രസവിക്കുമ്പോൾ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്കൊരു ഫൈബ്രോയിഡ് എന്ന് കണ്ടുപിടിച്ചു. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഈ മുഴ ബലൂൺ വീർപ്പിച്ചതുപോലെ വലുതായി. ചുരുക്കി പറയാം, ഒടുവിൽ 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്നു. ബ്ലീഡിങ് നിൽക്കാതെ വന്നു. കമ്പനിമുക്കിൽ അന്നൊരു 150ഓളം, ഇന്നും 300-ലധികം ദൈവമക്കൾ ഞങ്ങൾക്ക് ദൈവം തന്നു. 150ഓളം വിശ്വാസികൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഞങ്ങൾ നേടിയ ആത്മാക്കളാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കൂട്ട നിലവിളിയായി. ബൈജിപ്പാസ്റ്ററുടെ ബോഡി, ഭാര്യയുടെ ബോഡി ഇപ്പം വരുമെന്ന് പറഞ്ഞ് കമ്പനിമുക്കിൽ പരിഹസിക്കാൻ കുറെ ആളുകൾ. കേൾക്കണോ? 10 ദിവസം, ഞാൻ പറയുന്ന സാക്ഷ്യത്തിന് ബൈബിൾ സാക്ഷിയാണ്, ദൈവം സാക്ഷിയാണ്. 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ടും സൗഖ്യമില്ലാതെ വന്നപ്പോൾ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ എഴുതി വെച്ച്
അവൾ ഇഞ്ചിഞ്ചായി മരിക്കുമെന്ന് കണ്ടപ്പോൾ 90% മാത്രമേ നഷ്ടപ്പെട്ടു, 10% മാത്രമേ അവൾക്ക് അനക്കമുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക വാഹനത്തിൽ എടുത്ത് കിടത്തി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വന്ന ഉടൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. ശ്രദ്ധിക്കണം, എന്റെ സെൻട്രൽ പാസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു, ബൈജു അവക്ക് സീരിയസ് ആണ്, ദൈവത്തെ പരീക്ഷിക്കരുത്, നിനക്ക് ആശയങ്ങളിൽ കൊണ്ടുവന്നു കിംസിലും എല്ലാം കൊണ്ടുപോയി ചികിത്സിക്കാം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ മെയിൻ ഡോക്ടർ പറഞ്ഞു 6 മാസമേ ജീവിക്കൂ, അവൾക്ക് ക്യാൻസർ ആയിരുന്നു, RCSലേക്ക് റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി എന്റെ വൈഫിനെ റെഫർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇല്ല, റേഡിയേഷന് ഹിമോതെറാപ്പി എടുത്താൽ പിന്നെ വ്യക്തി കൊണ്ട് പ്രയോജനമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സത്യം പറയാണ്. വീട്ടിലേക്ക് വന്നു, 21 ദിവസം ഉപവാസം. എല്ലാം അറിയുന്നത് ഞങ്ങളുടെ സഭാ സെക്രട്ടറി പറയപ്പെടും, ചോദിച്ചു നോക്കണം. 21 ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം പ്രസംഗിക്കാമെന്നത് കന്നമാമൂട് ദേവരാജൻ പാസ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം പ്രസംഗിച്ചു കൊടുത്ത് പ്രസംഗത്തിന്റെ കൺക്ലൂഷനിൽ എല്ലാവരോടും എഴുന്നേറ്റ് ആരാധിക്കാൻ പറഞ്ഞു. എന്റെ വൈഫും കൈയടിച്ച് 2 പേരുടെ സഹായത്താൽ അവളെ പിടിച്ചുകൊണ്ട് ഏറ്റവും പുറകിൽ ചാരിയിരുത്തി. ഞാൻ നോക്കിയപ്പോൾ അവൾ ഏന്തി എഴുന്നേറ്റ് ചാരി നിന്ന് കൈയടിക്കുകയാണ്. ആരാധന കഴിഞ്ഞ് ഞാൻ പോയി ചോദിച്ചു, നിനക്ക് കൈയടിക്കാതെ പ്രാർത്ഥിച്ചൂടെ? ഈ സ്റ്റിച്ച് വിട്ടുപോയാൽ അന്ന് രാവിലെ ഇൻഫെക്ഷൻ തുടച്ചത് ഞാനും എന്റെ വൈഫിന്റെ അമ്മയും കൂടെ ചേർന്നാണ്. അവളിങ്ങനെ കുനിയുന്നു, പ്രസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ആ മുഴ അവിടെ ഇല്ലെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. സത്യമാണ് പ്രിയപ്പെട്ടവര്, അന്ന് അപ്രത്യക്ഷമായതാണ്. ഇന്ന് 13 കഴിഞ്ഞ ജൂലൈ മാസം 4-ാം തീയതി 13 വർഷമായി ഒരു ആശുപത്രിയിലും ചികിത്സിച്ചിട്ടില്ല. 6 മാസേ ജീവിക്കുന്നു. ചരിഞ്ഞു കിടന്നാൽ തള്ളി വരുന്ന ഒരു നീണ്ട മുഴ. യൂട്രസിലേക്ക് അബ്ഡോമനിൽ നിന്നും നട്ടലിൽ നിന്ന് ആരംഭിച്ച യൂട്രസ് വരെ വ്യാപിച്ച മുഴ. ഈ കോട്ടക്കുളത്ത് തവയത്തോണം വീട്ടിൽ വെച്ച് ഒരു ഓണത്തിന് 13ാമത്തെ വയസ്സിൽ അവൾ ഊഞ്ഞാലാടിയപ്പോ വന്ന് വീണ് നട്ടലിന് ക്ഷതമേറ്റ് ബ്ലഡ് കോട്ട് ചെയ്ത് കിടന്നു പോലും. അന്ന് ഇവിടത്തെ ഇടയ്ക്കോട് കൊച്ചുവൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി തടവി മരുന്ന് കൊടുത്തു. അകത്ത് ബ്ലഡ് കോട്ട് ചെയ്തത് ക്യാൻസറായിട്ട് മാറിയതാണ്. കൃപയാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പൗരൂസിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, വിശദമായിട്ട് സാക്ഷ്യം കിടപ്പുണ്ട്. ഞാൻ ഇന്ന് രാത്രി കണ്ണുനീരോട് പറയാം, നിന്റെ രോഗം എത്ര കടുങ്കട്ടിയാണെങ്കിലും വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു നിൽക്കുന്നെങ്കിലും ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ ദേശത്ത് ഒരു രോഗശാന്തിയുടെ അഭിഷേകം ഈ യോഗത്തിന്റെ രാത്രി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവര് 2 കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കട്ടെ. ചില രോഗികൾ ഇന്ന് രാത്രി അത്ഭുതകരമായി സൗഖ്യമാകും. ദൈവത്തിന്റെ കൃപയിൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ എത്ര ക്യാൻസർ രോഗികൾ ദൈവം സൗഖ്യമാക്കിയത് ബൈബിൾ വെച്ചുകൊണ്ടാണെന്ന് രാത്രി പറയുന്നത്. നിങ്ങൾ ക്രിസ്ത്യൻ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിനകത്ത് നിങ്ങൾ നോക്കണം, എത്ര അത്ഭുത സാക്ഷികൾ കിടപ്പുണ്ട്. ഫോൺ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ചു ചോദിക്കണം. ക്രിസ്ത്യാനികൾ പറയുന്ന രോഗശാന്തി വ്യാജമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഞങ്ങളുടെ അനുഭവമാണ് രോഗശാന്തി. ഇന്ന് രാത്രി മൈക്ക് കൊടുത്താൽ സാക്ഷ്യം പറയാൻ പറ്റിയ കുറെ സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ഉണ്ട്. ഓപ്പറേഷൻ ക്യാൻസൽ ആയ ആളുകൾ ഇന്ന് രാത്രി യോഗം തീരുന്നതിന് മുൻപ് ദൈവം നിങ്ങളിൽ ചിലരെ സൗഖ്യമാക്കും. ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ യേശു ഉലകത്തിൽ വന്നത് മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, കാൽവറി ഗിരിമുകളിൽ കൈകാൽ വിരിച്ചവൻ ഇന്ന് രാത്രി രക്ഷിക്കാതിരിക്കുകയില്ല. സ്നേഹിത, നിന്റെ രോഗം എത്ര കടുകട്ടിയാണെങ്കിലും ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. നീണ്ട 30 വർഷം കൊണ്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരി ഞങ്ങളുടെ സഭയിലുണ്ട്. നെടുമങ്ങാട് ഞാൻ പറഞ്ഞ മദ്യപാനിരുന്ന വിക്ടറിന്റെ ഭാര്യ ഉഷ, റോമൻ കത്തോലിക്ക നെടുമങ്ങാട് സഭയിലുള്ള ആ സഹോദരി മദ്യപാനിയെ കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് ബ്ലീഡിംഗ് വരുന്നത്. ബ്ലീഡിംഗ് ഓവറായപ്പോൾ ഞങ്ങളുടെ സഭയിലെ നെടുമങ്ങാട് പേരുവിലെ സുജാത എന്ന സഹോദരി പറഞ്ഞു, എടി ചേച്ചി, ഉഷ ചേച്ചി, നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചോണ്ട് വന്നതാണ്. ചോദിച്ചു നോക്ക്, സെക്രട്ടറിയും അസിസ്റ്റന്റ് പാസ്റ്ററും ഇരിപ്പുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. ആ സ്പോട്ടിൽ ബ്ലീഡിംഗ് നിന്നു. ഇവിടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി നാട്ടുകാർ അറിയണം, യേശുവിനെ ശക്തി കൊണ്ട് സൗഖ്യമാക്കാൻ, യേശുവിനെ സൗഖ്യമാക്കാൻ കരുത്തുണ്ട്. അവന്റെ രക്തം ഇന്ന് രാത്രി രോഗമുള്ള ഭാഗത്ത് അത്ഭുതകരമായി വ്യാപരിക്കുകയാണ്. 12 വർഷം കൊണ്ട് ബ്ലീഡിംഗ് ബാധിച്ച ഒരു സ്ത്രീ പുരുഷാര നിമിത്തം യേശുവിനെ തൊടാൻ കഴിയാത്തത് കൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തുളുമ്പ് വിളിമ്പിൽ തൊട്ട മാത്രയിൽ യേശുവിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലൂടെ ശക്തി വ്യാപരിച്ച് രോഗമുള്ള ഭാഗത്തുള്ള ബാധ മാറി സ്വസ്ഥമായെങ്കിൽ രോഗം വരുന്ന 3 കാരണങ്ങൾ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. 1, പ്രകൃതിയാൽ വരുന്ന രോഗം. 2,
പിശാചിനാൽ വരുന്ന രോഗം. 3 ദൈവത്താൽ വരുന്ന രോഗം. പ്രകൃതിയാൽ വരുന്ന രോഗം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, എക്സാമ്പിൾ, ഈ തോലടി ജംഗ്ഷനിൽ നല്ല ബേക്കറിയും ഫ്രൂട്ട്സ് കടകളുണ്ട് അല്ലെ? ഞങ്ങളുമാര് കടയില്ലേ? നിങ്ങൾ അന്തം വിട്ടിരിക്കുന്നു ഫ്രൂട്ട്സ് എന്ന് കേട്ടപ്പോൾ. ആ ഫ്രൂട്ട്സ് കടയിൽ നിങ്ങൾ പോകുമ്പോ 2 പേര്, ഒന്ന് അവറാച്ചനും ഒന്ന് കറിയാച്ചനും. അവർ കോട്ടയംകാരാണ്. അവരിവിടെ വന്ന് കട നടത്തുന്നവരാണ്. ഞാനൊരു എക്സാമ്പിളിന്റെ പേര്, നാളെ ഇനി കറിയാച്ചൻ അന്വേഷിച്ച് അവിടെ പോകരുത്. 2 ഒരു ആപ്പിള്, ഓറഞ്ച്, മുസാബി, ഗ്രേപ്സ് ഒക്കെ ഇരിക്കുകയാണ്. 2 ഒരു കടയിൽ നോക്കിയപ്പോൾ നിറയെ ഈച്ച, തേനീച്ചയും പിന്നെ കൊച്ചീച്ചയും ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ ഒരു അറപ്പ്. പക്ഷെ അപ്പുറത്തെ അവറാച്ചന്റെ കടയിലാണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. നമ്മൾ ഏത് മേടിക്കും? നമ്മുടെ സൗണ്ട്സിന്റെ ബ്രദർ പറ, നമ്മൾ ഏത് മേടിക്കും? ഈച്ച ഇല്ലാത്തത് മേടിക്കും അല്ലേ? ഈച്ച ഇല്ലാത്തതിന് കാരണം അതിന് വിഷം സ്പ്രേ ചെയ്തതാണ്. നല്ല മിനുമിനായിരിക്കുന്നില്ല സാധനം, വിഷമടിച്ച സാധനമാ. ഈച്ചയ്ക്ക് പോലും അതിന് വേണ്ട. പക്ഷെ ഈച്ച വീണ ഫ്രൂട്ട്സേ മേടിക്കാവൂ. ഇതൊരു പുതിയ അറിവായിരിക്കാം. ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും മഴ, മഞ്ഞ് തുടങ്ങിയ പ്രകൃതിയുടെ വിരോധാഭാസങ്ങളിലൂടെയും മനുഷ്യ രോഗികളാകുന്നു. പ്രകൃതിയാലുള്ള രോഗം. 2 പിശാചിനാൽ വരുന്ന രോഗം. പൈശാചിക രോഗബന്ധനങ്ങൾ എന്ന് പറയും. പൈശാചിക വരുന്ന രോഗം. ഞങ്ങളുടെ അസിസ്റ്റന്റ് പാസ്സായിരിക്കുന്ന റോയ് റസാലം, അദ്ദേഹത്തിന്റെ മോൻ 1 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിനൊരു, അവന് 14 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു, ഇതൊക്കെ 3 വർഷം മുമ്പ് ഒരു മാനസിക രോഗം പോലെ കാണുന്നതെല്ലാം അടിച്ചു പൊട്ടിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും, വീടിന്റെ സൺഷൈഡിൽ കൂടെ പാമ്പഴയും പോലെ ഇഴഞ്ഞു പോവും. ഒരു അസാധാരണമായ ഒരു പ്രശ്നം. ആശുപത്രിയെ കാണിച്ചു, കംപ്ലൈന്റ് ഇല്ല. അവന് വിട്ടുമാറാത്ത കഠിനമായ ഒരു തലവേദന. നിങ്ങൾക്ക് ചോദിക്കണം, ഇന്ന് അനുഭവ സ്നാനപ്പെട്ട് വെള്ളനാട് സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയാണ്. അവന്റെ ആ രോഗം രോഗാത്മക കർത്താവെടുത്ത് മാറ്റി. അത് പൈശാചികമായിട്ട് വന്ന രോഗമാണ്. പൈശാചികമായിട്ട് രോഗം എങ്ങനെ വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1, പണ്ട് മന്ത്രവാദിയിരുന്ന എന്റെ അപ്പച്ചനൊക്കെ മന്ത്രവാദം ചെയ്ത് ഒരുപാട് ആൾ രോഗിയാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ളത്. അപ്പ പറഞ്ഞിട്ടുണ്ട്, കാട്ടുചേനയിലൊക്കെ മന്ത്രവാദം ചെയ്ത് കുഴിച്ചിടും, മറികടന്ന് പോയാൽ കാട്ടുചേന അഴുകുന്നത് പോലെ ശരീരം അഴുകും പോലും. അങ്ങനെ ഒരുപാട് കേസുകൾ കന്നുവാമൂടിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ രോഗം വരുന്നൊരു കാരണം കൈവശത്താൽ രോഗം വരും. ഈ കൈവശം എന്നൊക്കെ പറയുന്ന പാസ്റ്റർമാര് ചുമ്മാ പറയുന്നതാണ് ചിലർ പറയുന്നത്. കേൾക്ക് ബൈബിൾ വാക്യം, സദൃശവാക്യം 23:6 മുതലുള്ള വാക്യം. കണ്ണ് കടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല, നീ തിന്ന കഷണം ഛർദ്ദിച്ചു പോകും. കണ്ടോ? 23 സദൃശവാക്യം 23:6-7 വാക്യങ്ങൾ. കൈവിഷം ഭക്ഷണ പദാർത്ഥങ്ങളിൽ പൈശാചിക വിഗ്രഹാർപ്പിത വസ്തുക്കൾ കലർത്തി ഉള്ളിൽ കൊടുക്കുന്നതിലൂടെ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി രോഗിയാകുന്നു. അങ്ങനെ പൈശാചിക രോഗങ്ങൾ. 3 ദൈവത്താൽ വരുന്ന രോഗം. ദൈവം രോഗം തരുമെന്ന് ചോദിച്ചാൽ രോഗം തരും. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സഭയ്ക്കകത്തുള്ള കർത്തൃമേശയുടെ തിരുവത്താഴത്തിന്റെ വാക്യമാണ്. തിന്നുകയും കുടിക്കുക, യേശുവിന്റെ ശരീരത്തെ കാണിക്കുന്ന അപ്പവും യേശുവിന്റെ ബ്ലഡിനെ കാണിക്കുന്ന ദ്രാക്ഷരസവും വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കുന്നു. ഇത് യോഗ്യതയില്ലാതെ ഭക്ഷിച്ചാൽ, ബൈബിൾ പറയുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, ചിലരും സൂട്ട്കേസിനകത്ത് കയറുന്നു. കർത്തൃമേശ എടുത്ത് കഴിച്ചിട്ട് രോഗികളായ ആളുകൾ എനിക്കറിയാം. കൈയിരിപ്പ് നിർത്താതെ സിഗരറ്റ് വലിച്ചിട്ട്. ഞങ്ങളുടെ പെന്തക്കോസ്ത് സഭയുടെ ക്വാളിറ്റി അതാണ്. ഞങ്ങൾ ഒരു മുറുക്കാൻ ചവയ്ക്കുന്നവനും ചീത്ത വിളിക്കുന്നവനും മദ്യപിക്കുന്നവനും ഒന്നും സ്നാനമോ കർത്തൃമേശയോ കൊടുക്കില്ല. ചോദിച്ചു നോക്ക് ദൈവദാസന്മാരോട്. ഞാൻ കഴിഞ്ഞ 4 ദിവസം ബീഹാറിലായിരുന്നു. ബീഹാറിൽ 12 പേർക്ക് സ്നാനം കൊടുത്തു.
30 പേര് സ്നാനപ്പെടാൻ റെഡിയായിരുന്നു. കേരളത്തിലെ പാസ്റ്റർ വിളിച്ചിട്ട് ഒരു ആറ്റിലിറങ്ങി സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു ക്ലാസ് അങ്ങെടുത്തു. ഒരു 3.5 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ 12 പേരായി. ബാക്കി എല്ലാം കൊഴിഞ്ഞുപോയി. സ്തോത്രം പറഞ്ഞില്ല നിങ്ങൾ? ഹല്ലേലൂയ. ദൈവത്താൽ കർത്തൃമേശ എടുത്ത ഏതെങ്കിലും വ്യവസ്ഥയില്ലാതെ തിരുവത്താഴം എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട മാറില്ല. അത് ദൈവത്താൽ വന്നതാണ്. പെന്തക്കോസ്ത് ദൈവമക്കൾ അറിയണം, രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ടതുപോലെ ജീവിക്കണം. പലയിടത്തും നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്നില്ല. ചിലർ പറയുന്നു, പാസ്റ്റേ ഞങ്ങൾ പള്ളിയിൽ വരാത്തത് ഇന്നാരുടെ നാക്കുകൊണ്ടാണ്. നാവ് ക്ലിയർ ചെയ്യണം ദൈവമക്കൾ. സമൂഹം അറിയണം, നമ്മൾ വൺമാൻ ഷോ ആയിട്ട് ഒരു സൈഡ് മാത്രം പറയുന്നവരല്ല നമ്മൾ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മുടെ ആഭരണം മാറ്റിയത് കൊണ്ട് മാത്രമായില്ല, അത് മാറ്റിയേ പറ്റൂ. അതുകൊണ്ടായില്ല. നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കണം. തമ്മിൽ പിണങ്ങരുത്. ഹലോ, ഒരു പോയ ഉപദേശം കേട്ടപ്പോ എല്ലാവരെയും സ്നേഹിക്കണം. ഭിന്നത ഉണ്ടാകരുത്. അഭിഷക്തന്മാരെ ബഹുമാനിക്കുക, ദൈവമക്കളെ ബഹുമാനിക്കുക, തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെണ്ണുക. എങ്കിൽ നിങ്ങൾക്ക് ദൈവത്താൽ രോഗം ഉണ്ടാവുകയില്ല. ക്രിസ്തു സഭയിലെ വിശുദ്ധ മണവാട്ടിയായി തുടരുക. അഭാഗം വിട്ട് വേഗത്തിൽ ഓടി വരികയാണ്. ഇന്ന് രാത്രിയിൽ 3 തരത്തിലുള്ള രോഗങ്ങളിൽ ദൈവത്താൽ വന്ന രോഗം മാറാൻ നിങ്ങൾ വിചാരിക്കണം. പിശാചിനാൽ വന്ന രോഗബാധയും രോഗബന്ധനവും, പ്രകൃതിയാൽ വന്ന രോഗവും ദൈവ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി 2 കരം അടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതരണത്തിന്റെ 3ാമത്തെ കാര്യം മനുഷ്യനെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പിശാച് ആരാണെന്ന് പറഞ്ഞു, അവന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞു. പിശാചിന്റെ വാസം ഇവിടത്തെ പല വസ്തുക്കളിലാണ്. പണ്ട് ബഹുമാന്യനായ പാട്ടുകാരൻ യേശുദാസ് സാർ പാടി, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ആരിയ്ക്കുന്നു? ദൈവം. ഏത് ദൈവം എന്ന് പറയാം? ബൈബിളിൽ 2 ദൈവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികൾ എല്ലാവരും ഒരു ദൈവ വിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികളാണ് അല്ലേ? എത്ര ദൈവം ഉണ്ടെങ്കിലേ? ഒരു ദൈവം. കണ്ടോ ആന്റി, എത്ര ദൈവമുണ്ട്? ഒന്നേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിൽ 2 ദൈവങ്ങളുണ്ട്. 1ാമത്തെ ദൈവം 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം ലഭിച്ചു എന്നും നാം അറിയുന്നു. നാം സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശുവിലാകുന്നു. 1ാമത്തെ ദൈവം നമ്മൾ ആരാധിക്കുന്ന സത്യ ദൈവമായ കർത്താവ്. കരങ്ങളുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. 2ാമതൊരു ദൈവത്തെ കുറിച്ച് കേൾക്കാനാണ് നിങ്ങളെല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത് വാക്യം. അപ്പോസ്തലനായ പൗലോസ് ലേഖ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, കണ്ടോ വാക്യം കണ്ടോ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, അവന്റെ പേരാണ് പിശാച്. അവൻ വസിക്കുന്നതാണ് യേശുദാസ് സാർ പാടിയത് തൂണിലും തുരുമ്പിലും. ഈ തുരുമ്പിൽ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ചവിട്ടിയല്ലേ വന്നത്. എന്ത് മണ്ടത്തരമുള്ള പാട്ടത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവം സത്യദൈവമല്ല, അത് ഈ ലോകത്തിന്റെ ദൈവമാണ്. നമ്മൾ ഈ ലോകക്കാരല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇന്ന് രാത്രി നല്ലവരായ ദേശനിവാസികൾ അറിയണം, ഞങ്ങളുടെ ദൈവം വസിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിലാണ്. ഞങ്ങളുടെ ദൈവം വസിക്കുന്നത് വസ്തുക്കളിലല്ല, വസ്തുക്കളിൽ വസിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ദൈവത്തിന് ഒരു വസ്തുവും ഇരിക്കാൻ വേണ്ട. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ഒരു കെട്ടിടങ്ങളിലും വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കരങ്ങളാൽ അദ്ദേഹം ശുശ്രൂഷ ആവശ്യപ്പെടുന്നതുമില്ല. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ആരാണ് നമ്മെ നശിപ്പിക്കാൻ വരുന്നത്? അവന്റെ പേരാണ് പിശാച്. ഇടയ്ക്ക് ഒരുപാട് കേസുകൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കേസ് കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. തൂങ്ങിച്ചത്ത ചന്ദ്രൻ രാത്രി പേരും വിളിച്ചോണ്ട് വരുന്നു, കൊങ്ങയെ ഞെക്കുന്നു. വെള്ളത്തിൽ വീണ സുശീല ബാഗും തൂക്കി കണ്ണാടിയും വെച്ച് വെളുത്ത സാരി ഉടുത്തു, ഓമനെ
എന്ന് പറഞ്ഞ് രാത്രി വരുന്നു. ചിരിക്കുന്ന കണ്ടോ ആളുകൾ? ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങൾ. ആരാണ്? മരിച്ചുപോയ ആത്മാക്കൾ ഇവിടെ നിൽക്കുന്നില്ല. അവരുടെ പേര് പറഞ്ഞ് പൈശാചിക ശക്തി മനുഷ്യനെ ഉപദ്രവിക്കാൻ കറങ്ങുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പ്രധാനപ്പെട്ട അജണ്ട സത്യ ദൈവത്തിലേക്ക് മനുഷ്യൻ വരാതിരിക്കുക, തടയുക. അവന്റെ അജണ്ടയാണ്. മനുഷ്യൻ യഥാർത്ഥ സ്നാനത്തിലേക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസം പ്രസംഗിക്കാൻ സമയമില്ല. സത്യസ്നാനത്തിലേക്ക്, സത്യ ഉപദേശത്തിലേക്ക്, വിശുദ്ധിയിലും വേർപാടിലുമുള്ള സത്യ ആരാധനയിലേക്ക് ആളുകൾ പോകാതിരിക്കുക. ഇവിടെ ഒരു സിനിമാ പരിപാടിയോ ഒരു ബ്രേക്ക് ഡാൻസോ അറിയപ്പെടുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റ് ഇവിടെ വന്നെങ്കിൽ ഈ ഗ്രൗണ്ട് ഒന്നും തികയില്ല. പാർക്കിങ്ങിന് ഇതുപോലെ ഒരു 4 ഗ്രൗണ്ട് എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആള് കുറഞ്ഞത് സാത്താൻ പലരെയും തടഞ്ഞു. സത്യ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ പോകരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് സത്യ ദൈവത്തിന്റെ സന്ദേശമായതുകൊണ്ട് പിശാച് പറഞ്ഞു, വീട്ടിലിരുന്ന് കേട്ടാലും മതി. പലരും വീട്ടിൽ ഇരിപ്പുണ്ട്. സ്നേഹിത, സത്യ ദൈവത്തിങ്കിലേക്ക് നിന്നെ അടുപ്പിക്കാതെ നിന്നെ തടയുക എന്നുള്ള ഒന്നാമത്തെ അജണ്ടയോടെ നീ പ്രതികരിച്ച് നീ പറയണം, എനിക്ക് സത്യ ദൈവത്തെ അറിയണം. 2, വേഗം പറയാം. ഇവന്റെ രണ്ടാമത്തെ അജണ്ട കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ തമ്മിലടി. വീട്ടിനകത്ത് കയറുന്ന ഭർത്താവും ഭാര്യയും പെട്ടെന്ന് വൈകാരിക തലം മാറി കോപിട്ടരായി വഴക്കുണ്ടാക്കി രണ്ടും 2 റൂമുകളിലേക്ക് പോകുന്നു. കല്യാണം കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞതിന് മുമ്പ് കുടുംബം ഡിവോഴ്സ് ആകുന്നു. കേരളത്തിൽ 43 കുടുംബ കോടതികളായി. സങ്കടമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതികൾ കേരളത്തിലാണ്. സാക്ഷരതയും അക്ഷര വിദ്യാഭ്യാസവും ആരോഗ്യവും കഴിവുകളൊന്നും കുറഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവും ദൈവങ്ങളുടെ കുറവുമല്ല. ഇതിന്റെ മെയിൻ കാരണക്കാരൻ പിശാചാണ്. ഭാര്യ സംശയിക്കുന്ന ഭർത്താവ്, ഭർത്താവ് സംശയിക്കുന്ന ഭാര്യ, സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ കുടുംബജീവിതങ്ങൾ തകരുന്നു. അതിന്റെ മെയിൻ കാരണക്കാരൻ പിശാചാണ്. തലമുറകൾ വഴിതെറ്റുന്നു. ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയയ്ക്കും കുഞ്ഞുങ്ങൾ അടിമയായി. ഈ കുന്നത്തുകാലിൽ 14 വയസ്സുള്ള പെൺകുട്ടി ജനലിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തില്ലേ? തെന്മല, നെടുമങ്ങാട് തെന്മല, കുളത്തപ്പുഴ തെന്മലയിൽ വീട്ടുമുറ്റത്ത് നിന്ന മാവിൽ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് 19 വയസ്സുകാരെ തൂങ്ങി അമ്മയോട് പ്രതിഷേധം അറിയിച്ചില്ലേ? കൊല്ലം പാരിപ്പള്ളിയിൽ 10ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സുകാരൻ മൊബൈൽ ഫോൺ വഴി പ്രേമിച്ച പെണ്ണ് അവനെ തേച്ചെന്നും പറഞ്ഞ് ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തില്ലേ? എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം 11 വയസ്സുള്ള കൊച്ചു മോൻ ആലപ്പുഴയിൽ തൂങ്ങി മരിച്ചില്ലേ? കാരണക്കാരൻ ആരാണ്? വെള്ളറടയിൽ നിന്ന് കള്ളിക്കടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു കൊച്ചു പയ്യനെ കൊന്നുകെട്ടി തൂക്കി എന്ന് പറയുന്നു. തൂങ്ങി എന്തുമാകട്ടെ, ഇതിന്റെ കാരണക്കാരൻ ആരാണ്? ഇതിന്റെ പേരാണ് പിശാച്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ബ്ലേഡ് എടുത്ത് കൈയിറക്കാൻ നോക്ക്, പറ്റില്ല. നിങ്ങൾ തൂങ്ങി മരിക്കാൻ നോക്ക്, പറ്റില്ല. ആ പൈശാചിക ശക്തി ആ വരുന്ന സമയത്ത് മാത്രമേ കഴിയൂ. വിവരിക്കാൻ സമയമില്ല. ഇന്ന് രാത്രി സംഭവങ്ങൾ സൂചിപ്പിക്കാതെ ഈ വചനം പറഞ്ഞ് സാധൂകരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം പാണമ്പള എന്നൊരു സ്ഥലമുണ്ട്. പാണമ്പളയിൽ ISRയിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇട്ടുമൂടാൻ സ്വന്തം 2 മക്കളെ, ഒരാൾ ദുബായിൽ, ഒരാൾ അമേരിക്കയിൽ, 2 ആമക്കളാണ്. നാട്ടിൽ മുഴുവൻ കാശുള്ള ടീമാണ്, നാട്ടിൽ അറിയപ്പെടുന്ന ഫാമിലി. ഞാനും പോയി സംഭവം കണ്ടതാണ്. രാത്രി 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് എന്നെ കൊല്ലുന്നൊരു വിളി കേട്ട് എനിക്കറിയാവുന്ന ഒരു ദൈവദാസന്റെ വൈഫ് ജനലിൽ കൂടെ നോക്കിയപ്പോ വീടിനകത്ത് ഭയങ്കര ബഹളം കേൾക്കുകയാണ്. ഇവര് ഈ വീടുമായിട്ട് ബന്ധമില്ല. കാരണം ഇവിടെ ഗേറ്റിനകത്ത് ആരെയും കേട്ടില്ല. എന്നെ കൊല്ലുന്നേ നാട്ടുകാരെ എന്ന് വിളിച്ചിട്ട് ആരും ഇറങ്ങിയില്ല. കാരണം ഈ വീട്ടുകാർ അത്ര അഹങ്കാരികളായിരുന്നു. കാശിന്റെ അഹങ്കാരം. കേൾക്കണം, ഈ സ്ത്രീയെ ബെഡ്റൂമിനകത്തോട്ട് അടിച്ച് ISRലെ സീനിയർ ഉദ്യോഗസ്ഥരുടെ ഈ മനുഷ്യൻ വലിച്ചടച്ച് ഹാളിൽ കൊണ്ടുവന്ന് കഴുത്തറുത്തു കൊന്നു. എന്നിട്ട് ഈ മനുഷ്യൻ സ്വന്തമായിട്ട് കൈയുടെ ഞരമ്പറുത്തു. എന്നിട്ട് ഭാര്യയുടെ ബോഡിയുടെ മുകളിൽ ഹാളിൽ ഫാനിൽ തൂങ്ങി മരിച്ചു. നമ്മൾ കണ്ടതാണ് വാർത്തയിൽ. നെടുമങ്ങാട് മാർക്കറ്റിന് തൊട്ട് താഴെ ഒരു മുസ്ലിം, ഒരു ഹാജിയാർ, ഈ പലവ്യഞ്ജനക്കട നടത്തുന്ന മനുഷ്യൻ ബ്ലേഡ് കൊണ്ട് അദ്ദേഹം ആദ്യം കൈ അറുത്തു. കുറെ നേരം നോക്കിയിട്ട് നല്ല ആരോഗ്യമുണ്ട്, മരിക്കുന്നില്ല. അവസാനം ആ ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്ത വലത്തെ കൈ കൊണ്ട് ചങ്ക് വലിച്ച് പുറത്തോട്ട് മരിച്ച മനുഷ്യൻ. നിങ്ങൾക്ക് കഴിയുമോ? ഒരു തവളയെ കൊന്നിട്ടില്ല ഞാൻ, ഒരു കോഴിയെ കൊന്നിട്ടില്ല ഞാൻ. നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരു പൈശാചിക ശക്തി മനുഷ്യന്റെ അകത്ത് കയറുമ്പോഴാണ് ആത്മഹത്യകൾ നടക്കുന്നത്. ഇന്ന് രാത്രി ദേശത്ത് വ്യാപരിക്കുന്ന സൂയിസൈഡ് സ്പിരിറ്റിന് നേരെ ഒരു ആത്മീയ യുദ്ധമാണ് ഇന്ന് രാത്രി നടക്കുന്നത്. ദൈവമക്കൾ വെറുതെ കാഴ്ച കണ്ടിരിക്കാതെ പ്രാർത്ഥിക്കണം. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ ടെൻഡൻസികൾ, അന്ധകാര ശക്തിയുടെ വ്യാപാരികൾ ഈ രാത്രി അഴിയണം.
മരണത്തിന്റെ കറുത്ത കരത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ ഇന്ന് രാത്രി ഇറങ്ങി വന്ന യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ ഭരിക്കുന്ന മരണത്തിന് അധികാരിയായി പിശാചിനെ ഈ രാത്രി ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സമയം ഇവിടെ അവസാനിക്കുന്ന 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കൃത്യസമയം പാലിക്കുന്നയാളാണ് ഞാൻ. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവിന്റെ ഉലകത്തിലേക്കുള്ള അവതരണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരം. 2 രോഗത്തിന്റെ വിമുക്തി. 3 പൈശാചിക ശക്തിയുടെ അടിമത്തത്തിൽ മനുഷ്യരെ വീണ്ടെടുക്കുക. 4 മരണഭയത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുക. മരണഭയം, മരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ ചങ്കുകേറി പ്രസംഗിക്കുമ്പോഴും വയനാട്ടിൽ 400ഓളം ആളുകൾ ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്ത് അതിനൊക്കെ നമ്മുടെ സർക്കാരിനെ സമ്മതിച്ചേ പറ്റൂ. വളരെ ഭംഗിയായിട്ട് ആദരവോടെ ഒരു കയ്യെ കിട്ടിയുള്ളൂ, ഒരു കാലെ കിട്ടിയുള്ളൂ, ഒരു കിഡ്നിയെ കിട്ടിയുള്ളൂ, ഒരു ബ്രെയിനെ കിട്ടിയുള്ളൂ, ചിലരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കിട്ടിയുള്ളൂ, ഒരു കുഴിയെടുത്ത് ഭംഗിയായിട്ട് ആ കാര്യം. ഞാൻ ലൈവിൽ ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോൾ, നിങ്ങളൊക്കെ കണ്ടതാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ മനുഷ്യനെല്ലാം ഒരു 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 അപ്സെറ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം മരണത്തിനപ്പുറം എവിടെ പോകുമെന്ന് പലർക്കും അറിയില്ല. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ ഇറങ്ങിയവരാണ്. ഞാൻ ബീഹാറിൽ സ്നാനം കഴിപ്പിക്കാൻ പോയ സ്ഥലം രക്തസാക്ഷികളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്രോപ്പർ പ്ലേസ് ആണ്. ഇവിടുന്ന് പലരും തന്നെ വിരട്ടിയ വിട്ട പാസ, നിങ്ങൾ പോകുന്ന സ്ഥലം ഡേഞ്ചറാണ്. ഒരു കുഴപ്പം എന്താണ്? യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇന്ന് രാത്രി മൈക്ക് കെട്ടിയോട് എന്തെങ്കിലും പറയുമല്ല. മരിക്കാൻ ഭയമില്ലാത്തൊരു ഗ്രൂപ്പാണ് പെന്തക്കോസ്തിലുള്ള കർത്താവിന്റെ അഭിഷക്തന്മാർ, ദൈവമക്കൾ. എല്ലാവരും അല്ല. കുവൈറ്റിലെ രാജാവിന്റെ മകൻ രക്ഷിക്കപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. ഇസ്ലാമികൾ പറഞ്ഞു ബിലേസിന്റെ കുത്തേറ്റവനാണ്, ഇവനെ കൊല്ലണം, കല്ലെറിയണം. അയാൾ പറഞ്ഞു ഇന്നേക്ക് 7 വർഷമായി, എന്നെ വേഗം കൊന്നോളൂ, ഞാൻ യേശുവിന്റെ മുഖം ഒന്ന് കാണട്ടെ. സൗദി അറേബ്യയിലെ പെൺകുട്ടി ബാംഗ്ലൂർ BSc നേഴ്സ് പഠിക്കാൻ വന്നു. അവൾ ഇവിടെ വന്ന് പെന്തക്കോസ്തിൽ സ്നാനപ്പെട്ടു, തിരിച്ചവിടെ ചെന്നു. ഇസ്ലാമികൾ അവിടെ പള്ളിയുടെ മുമ്പിൽ ചെന്ന് കൊണ്ടുചെന്ന് അവ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ്, ന്യൂസിൽ വന്ന വാർത്തയാണ്. 6 ഇഞ്ചിന്റെ ഹോളബ്രസ് കട്ടയെടുത്ത് തലയിൽ എറിഞ്ഞുടയ്ക്കുന്നു. അവൾ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുകയാണ്. സ്തേഫാനോസ് എന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി കല്ലെറിയുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച, സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രനായ യേശു കൈനീട്ടിയിരിക്കുന്നു. ഇവിടെ കയറുവാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് കഴുത്തെടുത്ത് കണ്ടതാളമെടുത്ത് ഒരു മരക്കട്ടയിൽ വച്ചിരിക്കുന്നു പൗലോസിന്റെ. എന്തിന്? നിമിഷങ്ങൾ കഴിയുമ്പോൾ ആരാച്ചാരുടെ വാൾ പൗലോസിന്റെ കഴുത്തിൽ വീഴും. ഇത് ചരിത്രമാണ്. പൗലോസിന്റെ തല തെറിച്ചു പോകുകയാണ്. പൗലോസ് നിത്യത്തിലേക്ക് ചേർക്കണം. മരിക്കാൻ ഭയമില്ലാത്തതിന് കാരണം ഞങ്ങൾക്കറിയാം, മരിച്ചാൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ യോഗത്തിന്റെ റെസറ്റ് എവിടെയാണ്? മരണത്തെ കുറിച്ചൊരു ഭയം ഞങ്ങൾക്കില്ല. സത്യം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഹോദരിമാരെ പാലിയോട് വഴി നാറാണിന്ന് വരുന്ന വഴിക്ക് കട്ടച്ചവള ആശുപത്രിക്കും ഇവിടെയൊക്കെ പെട്ടിക്കട കാണുമായിരിക്കും. പാലിയോടിനും ഇടയിൽ ഒരു പെട്ടിക്കടയുണ്ട് അല്ലേ? ഇതിനിടയിൽ കുന്നത്തുകാലൊക്കെ എത്രയോ തുണിക്കടയുണ്ട്. സാരികൾ, ചുരിദാറുകൾ തൂക്കിയിട്ടിരിക്കുന്നു. നിങ്ങളുടെ ചേട്ടനോട് അച്ഛനോട് പറഞ്ഞില്ലേ, ചേട്ടാ നല്ല സാരി അല്ലേ? ഭംഗി പറഞ്ഞതല്ല, അതൊന്നും മേടിച്ചു തരാൻ പറ്റും ചോദിച്ചതാണ്. ഇന്ന് വരെങ്കിലും പെട്ടിക്കടയുടെ മുമ്പിൽ വന്നിട്ട് ചേട്ടാ നല്ല ശവപ്പെട്ടി അല്ലേ, ഒന്ന് മാറ്റി തരുമോ എന്ന് ആരെങ്കിലും ഇല്ല, ചോദിച്ചിട്ടില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം ശവപ്പെട്ടിയാണ്. പക്ഷെ മരണത്തിനപ്പുറം മനുഷ്യൻ എവിടെ പോകും? മനുഷ്യന് മരണത്തിനപ്പുറം എന്ത് സംഭവിക്കും? മനുഷ്യന്റെ മരണാനന്തര ജീവിതം എവിടെയാണ്? 2 ടൈപ്പ് മനുഷ്യരുണ്ട്, ദൈവമുള്ളവനും ദൈവമില്ലാത്തവരും. അവർ എവിടെ പോകുന്നു? അതിനുശേഷം എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരും കൂടെ കൂട്ടിക്കലർത്തി ക്രിസ്തുവിന്റെ നഗ്നമാക്കപ്പെട്ട ഭുജവും രക്ഷവരുത്തിയ ഭുജവും നാളെ നമ്മൾ ചിന്തിക്കും. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശാന്തമായി ഇന്ന് രാത്രി ദേശത്തോട് അറിയിച്ച സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്താൽ അനേകരും ഇന്ന് രാത്രി യേശുവിലേക്ക് വരാൻ തുടങ്ങുകയാണ്. ഈ യോഗത്തിന് വില കൊടുത്ത ഒത്തിരി ദൈവമക്കളും ബഹുമാനപ്പെട്ട രതീഷ് പാസ് ഉൾപ്പെടെ ശ്രേഷ്ഠ ദൈവമക്കളുണ്ട്. ഗായക സംഘം ഇവിടെ പാടിയത് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവർ വന്നതല്ല, ഈ ദേശത്തെ യേശുവിനെ ഉയർത്താൻ പാടിയതാണ്.
സംഗീത ശുശ്രൂഷയാണ് അവർ ചെയ്തത്. ഇതെല്ലാം ഇന്ന് രാത്രി ദേശത്തിന് പ്രയോജനമായി മാറാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ ദൈവമക്കളും ചേർന്ന് എന്നോട് ചേർന്ന് ഒന്നിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഈ രാത്രി കർത്താവ് ചിലരെ സ്നേഹിക്കുകയാണ്. ഇന്നുവരെ കർത്താവായ യേശുവിനെ ജീവിതത്തിന് രക്ഷകനെ സ്വീകരിക്കാത്ത ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രി എന്റെ ഹൃദയം യേശുവിനെ തുറക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണം. എന്റെ മരണഭയം, എന്റെ രോഗഭയം, ഞാൻ രോഗിയാണ് കർത്താവ്, എന്നെ സൗഖ്യമാക്കണം. പൈശാചിക ശക്തികൾ എന്റെ കുടുംബത്തെ വല്ലാതെ ഉലയ്ക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് വിടുതൽ വേണം. അങ്ങനെ കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന് എനിക്കറിയാം. ദയവായി നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് എല്ലാ കടകളും അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി അങ്ങനെ ദൈവത്തോട് തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ വലത്തെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ഞങ്ങൾ ദൈവദാസർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത് നിൽക്കുന്ന ആരും ഇന്ന് രാത്രി ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് രാത്രി ഒരു ചലനം വെളിപ്പെടുകയാണ്. ഞാൻ ചലഞ്ചായി വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് രാത്രി ദൈവം ചിലരെ സന്ദർശിക്കുന്നു. ഈ ദേശത്ത് കരം താഴ്ത്തിയിട്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ റോഡ് സൈഡിൽ, ടെറസിന്റെ മുകളിൽ, സിറ്റ് ഔട്ടിൽ, വാഹനത്തിനകത്തും പുറത്തും ഒക്കെ ഇരുന്നും ചാരുന്നതും ഒക്കെ കേൾക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ടവരുടെ സന്തോഷമായി പറയുന്നു, യേശുവാണ് ഏകരക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ഇന്ന് രാത്രി യേശുവിലേക്ക് കടന്നു വരിക. കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. നിന്റെ പാപരോഗവും നിന്റെ ശരീരത്തിന്റെ രോഗവും ഇന്ന് രാത്രി സൗഖ്യമാകും. ഒന്നിച്ച് കർത്താവിന്റെ മക്കൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്യന്തമായ ഒരു ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ശക്തമായ ദൈവത്വം ഇറങ്ങാൻ പോകുകയാണ്. ഒരു നിമിഷം രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ്. ഓ എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിന്റെ ഇമ്പം തേടി കഴിച്ചു നീവിധം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭയം വേണ്ട, ശങ്കിക്കേണ്ട, മനോഹരമായ ഗാനം പാടുന്ന കോയറുമുണ്ട്. കർത്തൃദാസന്മാർ പാടി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഇന്ന് രാത്രി യേശുവിനായി സമർപ്പിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹൃദയത്തിനകത്ത് യേശുവിന് സ്ഥാനം കൊടുക്കാത്ത പല ആളുകളുമുണ്ട്. യേശുവുള്ളവരായി ഇന്ന് രാത്രി മടങ്ങട്ടെ. ഈ നാട്ടിലുള്ള നല്ലവരായ നാട്ടുകാരെ അനുഗ്രഹിക്കുന്നു. സകല മനുഷ്യരും ഈ രക്ഷാകരമായ ദൈവകൃപയിലേക്ക് വരട്ടെ. രോഗികളെ ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ഭാര്യ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കിയ ദൈവം ഇന്ന് രാത്രി ചില സൗഖ്യമാക്കണമേ. സാക്ഷ്യം പറഞ്ഞ ദാസനെ ക്യാൻസർ എന്ന് വിടുവിച്ച ദൈവം ഇന്ന് രാത്രി ഇവരെ സൗഖ്യമാക്കണമേ. ഈ നാട്ടിൽ പല ആളുകളും രോഗികളായി ഭാരപ്പെടുന്നു, സൗഖ്യമാകട്ടെ. മരണഭയങ്ങൾ, പൈശാചിക ബന്ധനത്തിന്റെ അടിമത്തങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി സമർപ്പിച്ചവരെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ജീസസ്
balana shadhana daragasiamhara ho rama shadhana siyadhara യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ ദൈവമല്ലാതാരു നിന്നെ രക്ഷിപ്പാനുള്ളൂ ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലാതാരു നിന്നെ രക്ഷിപ്പാനുള്ളൂ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നന്ദി കർത്താവേ സ്തോത്രം അപ്പാ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി രണ്ടാം ദിവസത്തെ ആരാധനയിൽ അങ്ങയുടെ വിടുതൽ വെളിപ്പെട്ടതിനായി സ്തോത്രം അങ്ങയുടെ വിടുവിക്കുന്ന കരം തന്റെ ജനത്തിന്മേൽ വ്യാപരിച്ച് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം പാപത്തിന്റെ അടിമത്വങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിലകി ഓടുന്നതിനായി സ്തോത്രം മദ്യപാന ലഹരികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ജനം വിടുവിക്കപ്പെടുന്നതിനായി സ്തോത്രം അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടുന്നതിനായി സ്തോത്രം ദാസനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ വചനങ്ങൾ സാക്ഷ്യങ്ങൾ ഈ ദേശത്തിൽ ജീവനായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ ജീവൻ വെളിപ്പെടുന്നതിനായി സ്തോത്രം അങ്ങയുടെ ശക്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ വിടുതൽ കരം വെളിപ്പെടട്ടെ സ്തോത്രം ദാസനെ ഇന്നും ബലപ്പെടുത്തും ശക്തിപ്പെടുത്തും നാളെ ദിവസത്തെ ആരാധനയിൽ കർത്താവ് ഉപയോഗിക്കണമേ ദിവസത്തിലും ആമേ ആരാധനയിൽ പാട്ട് ആമേ വർഷിപ്പിലെല്ലാം നടത്തി എല്ലാ ജനത്തിനായി സ്തോത്രം കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ നന്ദി കർത്താവേ നമ്മുടെ ജനത്തെ സമാധാനത്തോടെ അയക്കണം സന്തോഷത്തോടെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യും ദൈവീക വിടുതൽ വെളിപ്പെടട്ടെ ദൈവിക സന്തോഷം വെളിപ്പെടട്ടെ അനുഗ്രഹിക്കും മാനിക്കും സകലമാനവും മഹത്വമെല്ലാം വയ്ക്കുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും യേശു ക്രിസ്തുവിന്റെ വരവോളം നാം ഓരോരുത്തരോടും ദേശവാസികളോടും ആമേൻ കർത്താവിന്റെ കൃപയും കരുതലും കാവലും കൂടെ ഇരുന്ന് നടത്തുമാറാകട്ടെ ആമേൻ ജയം നൽകുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ